ലിജു കളവ് പറഞ്ഞു എന്നാണ് അനിൽകുമാർ ആവർത്തിച്ച് പറയുന്നത്. ആ കളവ് പറഞ്ഞു എന്നുള്ളതിന് താങ്കൾക്ക് മറുപടി നൽകാം. ഒന്ന് സ്മൃതി, ഈ അനിൽകുമാറിന്റെ ഒരു പ്രശ്നം ഞാൻ ഈ ചർച്ച മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന രീതിയോട് എനിക്കുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞ AK ആന്റണി കർത്തായുടെ വീട്ടിൽ കഞ്ഞി വെച്ചു എന്നൊക്കെ രീതിയിലുള്ള സംസാരം പറയുകയാണ്. കർത്തായുടെ ഭാര്യയുടെ തന്നെ കടമ മേടിച്ചത് AK ആന്റണി അല്ല, പിണറായി വിജയന്റെ മകളാണ്. പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ചുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നതും അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഞാൻ അനിൽകുമാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കള്ളൻ, ആ തരത്തിലുള്ള പരാമർശം എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം കാര്യങ്ങളെ അതിന്റെ മെറിറ്റിൽ മാത്രം സംസാരിക്കുന്ന രീതിയാണ്. താങ്കളുടെ ഈ എന്താ പറഞ്ഞത്, ഈ വളരെ മോശപ്പെട്ട ഈ പദപ്രയോഗങ്ങളും സംസ്കാരശൂന്യമായ വർത്തമാനവും ദയവായിട്ട് ലിമിറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ ഒരു കള്ളവും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങൾ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാം. ആദ്യം നിങ്ങൾ പറഞ്ഞു സുപ്രീം കോടതി കർത്തയുടെ കമ്പനിക്ക് അനുകൂലമായി 2016 വിധിച്ചു എന്ന്. നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടോ? ആ ജഡ്ജ്മെന്റ് പറയുന്നത് എന്താ? നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് സ്വാഭാവികമായി ആ ഭൂമി ഏറ്റെടുക്കാമെന്ന കൃത്യമായ ഒരു പൊസിഷൻ സുപ്രീം കോടതി കൊടുക്കുകയാണ്. ക്രോസ് നിലവിലെടുത്തിരിക്കുന്ന പ്രൊസീജിയറുടെ രീതി ശരിയല്ല. അതുകൊണ്ട് വസ്തുവിനെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഷെഡ്യൂളിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വസ്തു ഏറ്റെടുക്കാം. ഗവൺമെന്റിന് മുമ്പിൽ അപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. സർക്കാർ കൃത്യമായ ആ പ്രോപ്പർട്ടീസിനെ നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് ഏറ്റെടുക്കാം. പിണറായി സർക്കാർ അത് ചെയ്തില്ല. 2019 കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ഉത്തരവ് രംഗത്തിറങ്ങി എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിനേ പറ്റില്ല. അപ്പൊ അതിന്റെ മേൽ ആണിയടിക്കുന്ന ഒരു ഉത്തരവ് അവിടെ കൊണ്ടുവരുന്നു. ഈ 2016 ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയില്ല. 2019 കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിനെ പ്രയോജനപ്പെടുത്തിയില്ല. പിന്നെയും 4 കൊല്ലം കഴിഞ്ഞ് മാത്യു കുഴൽനാടൻ എന്ന നിങ്ങൾ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ആള് വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ മാത്രമാണ് CPM പ്രതി നിങ്ങൾ ആ ലീസ് റദ്ദ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഉത്സവപ്പറമ്പിൽ മോഷണത്തിന് പിടിക്കപ്പെടുന്ന പോക്കറ്റടിക്കാരൻ എങ്കിൽ ഈ കാശ് അങ്ങ് തിരിച്ചെടുത്തു എന്ന് പറയുന്നത് പോലെയായിരുന്നു നിങ്ങളുടെ സമീപനം. തന്നെ സുപ്രീം കോടതിയുടെ വിധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന 2019 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വാദിയായി തന്നെ നിൽക്കുമ്പോൾ ആ പ്രതി വാദിക്ക് കൊടുക്കുന്ന ഒരു പരാതിയുടെ പേരിൽ 2023 വരെ നീക്കി എന്ന് പറഞ്ഞാൽ അതിൽ തരം കള്ളത്തരം വേറെയുണ്ടോ? ജഡ്ജി അത് കാണാഞ്ഞത് ഞങ്ങളുടെ കുഴപ്പമല്ല, സുപ്രീം കോടതി ഞങ്ങൾ പറയും. പിന്നെ ഞാനിവിടെ അവിടെ കള്ളം പറഞ്ഞത്, ഞാൻ പറഞ്ഞ കൃത്യമായ പൊസിഷൻ CMI 2019 ഉത്തരവെന്ന് ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ്. ഞാൻ എവിടെ കള്ളം പറഞ്ഞു? രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു വീണ വിജയന്റെ ഇതിൽ ജഡ്ജിമെന്റിൽ തന്നെ അല്ല, ഞാൻ പറയുന്നത് താങ്കൾ ബഹളം വെക്കാതെ താങ്കൾ പറഞ്ഞ സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങളെ ഒരക്ഷരം പോലും പറയാതെ ഞാൻ മിണ്ടാതിരുന്നത് ചർച്ചയുടെ ഒരു രീതി അതായതുകൊണ്ടാണ്, അല്ല താങ്കൾ പറഞ്ഞതിനോട് വിയോജിപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ ആ സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങളോട് പോലും സഹിഷ്ണുതയോടെ ഞാൻ ഇരുന്നെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കേൾക്കുക തന്നെ വേണം. രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജഡ്ജ്മെന്റിനെ ഉദ്ധരിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ജഡ്ജ്മെന്റിൽ വിജിലൻസ് കോടതി ജഡ്ജി ചോദിക്കുന്നു, വിവിധ ആളുകളുടെ പേര് ഉന്നയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കെതിരെ പറയുന്നില്ലേ എന്ന് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊരു ഡയറക്ട് പ്രൂഫുമായി ബന്ധപ്പെട്ടതാണ്. വാദത്തിനിടയിൽ അദ്ദേഹം ഈ ബോഫോഴ്സ് ഒക്കെ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറിയിലെ TV മറ്റു പേരുകളുമാണെങ്കിൽ ഇവിടെ വീണ വിജയൻ എന്ന് പറയുന്ന കക്ഷി പ്രതി A7 ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിരിക്കുന്നു. ആ വിധിയുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി പറഞ്ഞിരിക്കുന്നു ഈ പണം വാങ്ങിയതിന് ഒരു ജോലിയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി വിജിലൻസ് കോടതി അത് കണക്കിലെടുക്കണമായിരുന്നു. മൂന്നാമത് ഇൽമനേറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൽമനേറ്റ് വഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗമായിട്ട് മാത്രമാണ് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് ആക്ഷേപമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ആക്ഷേപമുണ്ട്, ഞങ്ങളുടെ കക്ഷിക്ക് ആക്ഷേപമുണ്ട്. ഞങ്ങളുടെ ഉപരിക്കോടതി പറഞ്ഞുകൊള്ളാം. ഇൽമനേറ്റ് വേ ബില്ലുകൾ ഉൾപ്പെടെ ചവറയിൽ നിന്നും ഇൽമനേറ്റ് ലഭിക്കുന്ന വേ ബില്ലുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഈ ജഡ്ജ്മെന്റിലില്ല. ഞങ്ങൾ ഉപരിക്കോടതി പറഞ്ഞോളാം. അപ്പൊ അത് ഞാനിവിടെ കള്ളം പറയുന്നത്. അപ്പൊ താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് താങ്കൾക്ക് ആർഗ്യൂ ചെയ്യാം.
പക്ഷെ ചുമ്മാ കള്ളം പറയുകയാണെന്നൊക്കെ തുടങ്ങുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ ശരിയല്ല. ഞാൻ ഇതിനകത്ത് ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇതിനകത്തെ കക്ഷി ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ മെറിറ്റിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ താങ്കൾ ഉപയോഗിച്ചതുപോലെ സംസ്കാരശൂന്യമായ ഒരു പദപ്രയോഗവും ഞാൻ പറഞ്ഞില്ല. കള്ളനെന്നോ കള്ളിയെന്നോ കള്ളന് കഞ്ഞി വെച്ചോന്നോ കള്ളിക്ക് കഞ്ഞി വെച്ചോന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്റെ മാന്യത, അത് മനസ്സിലാക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.